അക്കൗണ്ടിങ്ങിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ കോൺസെപ്റ്റും അതുപോലെ തന്നെ കൺവെൻഷൻസുമാണ്. ഒന്നാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഒന്നാമത്തെ കോൺസെപ്റ്റാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത് ബിസിനസ് ആൻഡ് ബിസിനസ് മാൻ ബോത്ത് ആർ സെപ്പറേറ്റ്, ഓൾസോ കോൾഡ് സിമ്പിൾ എൻറ്റിറ്റി കോൺസെപ്റ്റ്. അതായത് ഒരു ബിസിനസ്സും ബിസിനസ് മാനും ഇവർ രണ്ടാളും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം സെപ്പറേറ്റ് ആണ്. ഇവർ രണ്ടും ഒരു ബോഡി അല്ല എന്നാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബിസിനസ്സിനെയും ബിസിനസ്സിൻ്റെ ഓണറിനെയും സെപ്പറേറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിനെ തന്നെ സിമ്പിൾ എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നും പറയാറുണ്ട്. അടുത്തൊരു കോൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. രണ്ടാമത്തെ കോൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റിൽ പറയുന്നത് ദിസ് കോൺസെപ്റ്റ് മീൻസ് ദ ബിസിനസ് ഹാസ് എൻ ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ലൈഫ്, ഓൾസോ കോൾഡ് നോൺ ഡെത്ത് പ്രിൻസിപ്പിൾ ഓഫ് ബിസിനസ്. അതായത് ഒരു ബിസിനസ്സിന് ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ലൈഫ് ഉണ്ട് എന്നാണ് ഈ കോൺസെപ്റ്റിൽ പറയുന്നത്. ദാറ്റ് ഈസ് ഒരു പെർട്ടിക്കുലർ പീരീഡിൽ അവസാനിക്കുന്നതല്ല ഒരു ബിസിനസ്സിൻ്റെ കാലയളവ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഫിക്സഡ് അസറ്റിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് തന്നെയാണ് നോൺ ഡെപ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ് എന്നും അറിയപ്പെടുന്നത്. അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് ആണ്. ഈ കോൺസെപ്റ്റിൽ പറയുന്നത് ദോസ് ട്രാൻസാക്ഷൻസ് വിച്ച് എക്സ്പ്രസ് ഇൻ മോണിറ്ററി ടേംസ് ഷാൾ ബി റെക്കോർഡഡ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതായത് മോണിറ്ററി ടേംസിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ് ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ് അവോയ്ഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് മണി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധമുള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ് ഈ കോൺസെപ്റ്റ് പ്രകാരം റെക്കോർഡ് ചെയ്യുന്നത്. മണിയോ അല്ലെങ്കിൽ മണി ടേംസുമായി തുല്യമാവുന്ന അങ്ങനത്തെ ട്രാൻസാക്ഷൻസ് മാത്രമാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് പ്രകാരം റെക്കോർഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കോൺസെപ്റ്റ് ഈസ് അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ് പ്രകാരം ദിസ് പ്രിൻസിപ്പിൾ സേസ് ദാറ്റ് എ ബിസിനസ് ഷുഡ് റിപ്പോർട്ട് ദെയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പീരിയോഡിക്കലി. അതായത് എല്ലാ ബിസിനസ്സും പീരിയോഡിക്കലി അവരുടെ റിപ്പോർട്ട്സ് തയ്യാറാക്കിയിരിക്കണം. ബിസിനസ്സിൻ്റെ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൃത്യമായ ഇടവേളകൾ കൃത്യമായ പീരിയോഡിക്കലി ഇവൻസിൽ തയ്യാറാക്കിയിട്ടുണ്ടാവണം. അവരത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഏത് കാലയളവിലേക്കായിട്ടാണോ അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത്, ആ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്, ആ ഒരു കാലയളവിനെയാണ് അക്കൗണ്ടിങ് പീരീഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡ്യുവൽ കോൺസെപ്റ്റ് ആണ്. ട്രാൻസാക്ഷൻ റെക്കോർഡഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം, വൺ ഈസ് ഡെബിറ്റഡ് ആൻഡ് അനദർ വൺ ഈസ് ക്രെഡിറ്റഡ്. അതായത് ഇവിടെ ഡബിൾ എൻട്രി സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഒന്ന് ഡെബിറ്റും ഒന്ന് ക്രെഡിറ്റും. ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും അതിൽ രണ്ട് ആസ്പെക്ട്സ് ഉണ്ടാവും. ആ രണ്ട് ആസ്പെക്റ്റ് തന്നെയാണ് ഈ ഒരു കൺസെപ്റ്റിലൂടെ പറയുന്നത് ഡ്യുവൽ ആസ്പെക്റ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. അതിപ്പോൾ ക്യാഷിനാണെങ്കിലും ക്രെഡിറ്റിനാണെങ്കിലും അവിടെ ഒരു രണ്ട് അക്കൗണ്ടാണ് ആസ്പെക്റ്റായി വരുന്നത്. ക്യാഷ് ബേസിസിലാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്തത് ക്യാഷ് ബേസിസിലാണെങ്കിൽ ഫർണിച്ചറും ക്യാഷും വരും. ബാങ്ക് ബേസിസിലാണെങ്കിൽ ബാങ്കും ഫർണിച്ചറും വരും. അടുത്ത കോൺസെപ്റ്റാണ് അക്രൂവൽ കോൺസെപ്റ്റ്. This concept says that the total income earned and the total expense incurred during the current period are taken into account irrespective of whether income are receivable or expense are paid. അതായത് ഇൻകം ആണെങ്കിലും അതുപോലെ നമ്മൾ അങ്ങോട്ട് പേ ചെയ്തതാണെങ്കിലും അത് എക്സാക്റ്റ് ആയിട്ട് ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ടോ ഓർ എക്സാക്റ്റ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ടോ അതവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ആ ഒരു ആക്ട് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് റെക്കോർഡ് ചെയ്യണം. ദാറ്റ് ഈസ് ട്രാൻസാക്ഷൻ ഒക്കർ ചെയ്യുമ്പോൾ നമ്മളത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. കൂടാതെ ആസ് പെർ അക്രൂവൽ കോൺസെപ്റ്റ് പ്രോഫിറ്റ് കണക്കാക്കുന്നത് റവന്യൂ മൈനസ് എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് കണക്കാക്കുന്നത് റവന്യൂ മൈനസ് എക്സ്പെൻസ്. ഇതിൽ തന്നെ ആസ് പെർ ക്യാഷ് ബേസിസ് ആണെങ്കിൽ ക്യാഷ് റിസീവ്ഡ് ഇൻ ഓർഡിനറി കോഴ്സ് ഓഫ് പ്രോഫിറ്റ് മൈനസ് ക്യാഷ് പെയ്ഡ് ഇൻ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. ഇതാണ് പ്രോഫിറ്റിന്റെ ഇക്വേഷൻ വരുന്നത്. എന്താണ് ഇക്വേഷൻ? ക്യാഷ് റിസീവ്ഡ് ഇൻ ഓർഡിനറി കോഴ്സ് ഓഫ് പ്രോഫിറ്റ് മൈനസ് ക്യാഷ് പെയ്ഡ് ഇൻ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. സോ ഇതാണ് അക്രൂവൽ കോൺസെപ്റ്റ്.
അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മാച്ചിങ് കോൺസെപ്റ്റ് ആണ്. മാച്ചിങ് കോൺസെപ്റ്റിൽ പറയുന്നത് എക്സ്പെൻസസ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് റവന്യൂ. അതായത് സിമ്പിളാണ്, കമ്പനിയുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് അതിൻ്റെ റവന്യൂമായിട്ട് ടാലി ആയിരിക്കണം, അതായത് മാച്ച് ആവണം. സോ കമ്പനിയുടെ എല്ലാ ട്രാൻസാക്ഷൻസും കറക്റ്റായി റെക്കോർഡ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് മാച്ചിങ് കോൺസെപ്റ്റിൽ പറയുന്നത്. കമ്പനിയുടെ എക്സ്പെൻസും റവന്യൂം നമ്മൾക്ക് ടാലി ആയി കിട്ടണം. അതിന് നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും കറക്റ്റ് ടൈമിങ്ങിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. ഒരു കോൺസെപ്റ്റാണ് കോസ്റ്റ് കോൺസെപ്റ്റ്. കോസ്റ്റ് കോൺസെപ്റ്റിൽ പറയുന്നത് ദിസ് കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് an organization should record all of its assets at their purchase price in the books of accounts. അതായത് നമ്മൾ കോസ്റ്റ് പ്രൈസ് ആണ് കൺസിഡർ ചെയ്യുന്നത് എന്തിൻ്റെ കാര്യത്തിൽ, അതായത് അസറ്റൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ അസറ്റിൻ്റെ മെയിൻ്റെനൻസും അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തതും ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ അത് പർച്ചേസ് പ്രൈസ്. അപ്പോൾ ഇതൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്താണെന്ന് നോക്കാം. അക്കൗണ്ടിങ് കൺവെൻഷൻസിൽ ആദ്യം തന്നെ പറയുന്ന ഒരു കൺവെൻഷനാണ് ഫുൾ ഡിസ്ക്ലോഷർ. ഒന്നാമത്തെ അക്കൗണ്ടിങ് കൺവെൻഷനാണ് ഫുൾ ഡിസ്ക്ലോഷർ. ഫുൾ ഡിസ്ക്ലോഷർ കൊണ്ട് മീൻ ചെയ്യുന്നത് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയുടെ എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതായത് എല്ലാ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വഴി ഷെയർ ഹോൾഡേഴ്സിനെ അറിയിച്ചിരിക്കണം. ഫുൾ ഡിസ്ക്ലോഷർ ആയിരിക്കണം, അവിടെ ഒരു ഹൈഡിങ് ഉണ്ടാവാൻ പാടില്ല. ഇതാണ് ഫുൾ ഡിസ്ക്ലോഷർ കൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി പറയുമ്പോൾ എന്താണ്, ഒരു സ്ഥിരത ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. അതായത് നമ്മളൊരു അക്കൗണ്ടിങ് ഇയറിലേക്ക് യൂസ് ചെയ്യുന്ന സെയിം അക്കൗണ്ടിങ് മെത്തേഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആയിരിക്കണം തുടർന്നും യൂസ് ചെയ്യണം. എൻറ്റയർ പീരീഡിൽ ആ അക്കൗണ്ടിങ്ങിൻ്റെ റൂൾസും പ്രിൻസിപ്പിൾസും എല്ലാം സെയിം ആയിരിക്കണം. ഇങ്ങനെ ഒരേ രീതിയിലുള്ള പ്രിൻസിപ്പിൾസും മെത്തേഡ്സും യൂസ് ചെയ്യുമ്പോഴായിരിക്കും കമ്പാരിസൺ ഈസി ആവുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കമ്പാരിസൺ അറിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ കമ്പാരിസൺ ഈസി ആവാൻ അവിടെ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തണം. അടുത്തത് പറയുന്നത് കൺസർവേറ്റിസം. കൺസർവ് ചെയ്യാൻ മീൻസ് മുൻകൂട്ടി മാറ്റി വയ്ക്കുന്നതിനാണ് നമ്മൾ ഈ കൺസർവേറ്റിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു അക്കൗണ്ടൻറ്റ് കമ്പനിക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു ലോസ് ഉണ്ടാവാം എന്ന് കരുതി ഒരു പ്രൊവിഷൻ മാറ്റിവെക്കും. ആ മാറ്റിവെക്കുന്ന ആ പ്രൊവിഷൻ, അങ്ങനെയുള്ളൊരു രീതിയാണ് ഈ കൺസർവേറ്റിസം കൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്തതാണ് മെറ്റീരിയാലിറ്റി. മെറ്റീരിയാലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ട്രാൻസാക്ഷൻസ് മാത്രം രേഖപ്പെടുത്തിയാൽ മതി എന്നാണ്. ഇമ്മെറ്റീരിയൽ ട്രാൻസാക്ഷൻസ് അവോയ്ഡ് ചെയ്യാം. ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് ഉണ്ടല്ലേ, അതിൻ്റെ ഒരു എക്സെപ്ഷൻ ആണ് ഇത്. ദാറ്റ് ഈസ് എല്ലാം ഡിസ്ക്ലോസ് ചെയ്യേണ്ട, ഓൺലി മെറ്റീരിയൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രം കാണിച്ചാൽ മതിയാകും. സോ ഇതൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ കോൺസെപ്റ്റ്സും അതുപോലെ തന്നെ കൺവെൻഷൻസും. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതിൻ്റെ അടുത്തൊരു പാർട്ട് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.